പ്രബുദ്ധവും മാനവികവും സൃഷ്ടിപരവുമായ സ്ത്രീഭാവത്തിൽ ദേവീഭാവത്തിൽ ആവിഷ്കരിച്ച ഋഷിദർശനത്തിലെ ആർഷ സൗന്ദര്യം മൗലികവും സർഗാത്മകവുമാണ്. ഇവിടെ സ്ത്രൈണം എന്നത് ശാരീരികമായ അവസ്ഥയ്ക്കപ്പുറം ഉന്നതമായ അവബോധത്തിൻ്റെ, ഉൾക്കൊള്ളലിൻ്റെ ആവിഷ്കാരമായി പരിണമിക്കുകയാണ്. അധർമ്മത്തിനും ആസുരികതയ്ക്കും മേൽ ദേവി നേടുന്ന വിജയഗാഥകളാണ് നവരാത്രി ആഘോഷങ്ങളുടെ പിന്നിലെ തത്വം. ദുഷ്ടനിഗ്രഹം ചെയ്ത് ധർമ്മം പുനഃസ്ഥാപിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ശക്തി സ്രോതസ്സിനെയാണ് ദേവി എന്ന് പേരു ചൊല്ലി ഋഷിമാർ സങ്കല്പിച്ചത്. അധർമ്മം ഉടൽ പൂണ്ട ആസുരിക ശക്തിയായ താരകാസുരനെ വധിക്കാൻ സ്കന്ദകുമാരനെ സജ്ജയാക്കുന്ന ദേവിയുടെ വിശ്വമാതൃത്വഭാവമാണ് ഇന്നത്തെ ഉപാസനയ്ക്കുള്ളത്. തന്നിലലിഞ്ഞ ശിവതേജസ്സിനെ തപം ചെയ്ത് സൃഷ്ടിയുടെ രൂപധാരണത്തിനായി തൻ്റെ ഊർജത്തെ മുഴുവൻ സ്വാംശീകരിച്ച് മാതൃഭാവത്തിൽ കേന്ദ്രീകരിക്കുന്ന വിശ്വജനനിയുടെ ഭാവം. അഗ്നിയാൽ വഹിക്കപ്പെട്ട ശൈവ തേജസ് ശരവണപ്പൊയ്കയിലെ താമരകളിൽ നിക്ഷേപിച്ച് അവിടെ ജനിച്ച ശിവനന്ദനനെ കൃത്തിക പെൺകുടിമാർ സംരക്ഷിച്ച് വളർത്തുന്നു. അറുമുഖനെന്നും ഷൺമാതുരനെന്നും ഒക്കെ പ്രസിദ്ധമായ ആ പുത്രൻ താരകാസുര നിഗ്രഹത്തിന് ദേവസേനാപതിയായി സുബ്രഹ്മണ്യൻ എന്ന് പ്രസിദ്ധനായി. ദേവീഭാവങ്ങളിൽ സ്ത്രീഭാവങ്ങളിലെ ഏറ്റവും പ്രൗഢവും ആർദ്രവുമായ മാതൃഭാവമാണ് സ്കന്ദമാതാവ് എന്ന ഭാവം. പ്രപഞ്ചത്തിനാധാരമായ പരമസത്തയെ മാതൃരൂപത്തിൽ ദേവിയായി ആരാധിക്കുന്ന സമ്പ്രദായം ഭാരതത്തിൽ വേദകാലം മുതലേ നിലവിലുണ്ട്. ദേവിയുടെ വൈവിധ്യമാർന്ന ഉപാസനാഭാവങ്ങളിൽ ഹൃദയത്തോടെ ഏറ്റവും ചേർന്നു നിൽക്കുന്നത്, നമുക്ക് ധൈര്യപൂർവം ആശ്രയിക്കാവുന്നത് മാതൃഭാവമാണ്. ആപതി കിം കരണീയം എന്ന ചോദ്യത്തിന് ഋഷിമാർ നമുക്ക് തന്ന മറുപടി, ആപത്തിൽ എന്തു ചെയ്യേണ്ടു എന്നാകുലപ്പെട്ടിരിക്കുന്ന മനസ്സിന് സ്മരണീയം ചരണയുഗളമമ്പായ, അമ്മയുടെ ചരണയുഗങ്ങളെ സ്മരിക്കൂ, അമ്മയെ ആശ്രയിക്കൂ എന്ന മറുപടിയാണ്. ആറുമുഖമുള്ള ശിവനന്ദനായ സ്കന്ദനെ മടിയിലിരുത്തി സിംഹവാഹനയായി 2 കൈകളിലും താമരപ്പൂക്കളുമായി വിരാജിക്കുന്ന കീർത്തിമതിയായ സ്കന്ദമാതാവിന് പ്രൗഢമായ മാതൃഭാവമാണ്. 6 മുഖങ്ങൾ ഈശാനം, തത്പുരുഷം, വാമദേവം, അഘോരം, സദ്യോജാതം, അധോമുഖം എന്നീ ഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്ന് കരുതുന്നു. ഈ ഗുണങ്ങൾ നൽകുന്നതും അമ്മ തന്നെയാണ്. ശിക്ഷണവും സംരക്ഷണവും മാതൃഭാവങ്ങളാണല്ലോ. ആയുധധാരിയായ ദേവിയുടെ അഭയഹസ്തങ്ങൾ ഈ 2 ഭാവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു കൈയിൽ ആയുധത്താൽ താക്കീതു നൽകുന്ന ദേവി, മറുകൈയാൽ ശിഷ്ടരെ, ഭക്തരെ സാന്ത്വനിപ്പിക്കുന്നു. അഭയവരദഹസ്തങ്ങൾ ദേവിയുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ശിക്ഷണത്തിൻ്റെയും താക്കീതിൻ്റെയും 2 മാതൃസ്വഭാവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. സ്ത്രീഭാവങ്ങളിൽ ഏറ്റവും പ്രൗഢമായ മാതൃത്വമെന്ന അവസ്ഥയിലാണ് ഈ ദിവസം നാം ദേവിയെ ഭജിക്കുന്നത്. തൻ്റെ ഹൃദയരക്തത്തെ സ്തന്യാമൃതമാക്കി ജീവന് കരുത്തേകിയവളാണ് അമ്മ. ഉറച്ച കാൽവയ്പ്പുകളോടെ ജീവിതത്തിൽ മുന്നേറാൻ, അവരെ നന്മയിലേക്ക് പിച്ച നടത്തുവാൻ, കരുതലിൻ്റെ, ആത്മവിശ്വാസത്തിൻ്റെ താങ്ങും തണലുമായി ഒരു സമൂഹത്തിനാകെ വെളിച്ചം പകരുവാൻ മാതൃത്വം എന്ന മഹനീയ സാധ്യതയ്ക്ക് സാധിക്കും. മാതൃത്വത്തിൻ്റെ അനുപമമായ ഈ സാധ്യതകളെ ഉൾക്കൊള്ളുമ്പോൾ ഒരാൾ ഈശ്വരീയതയിലേക്ക് ഉണരുകയാണ്. ഭൂമിയും ആകാശവും എന്തെന്ന് നാം അറിയും മുൻപേ നാം അറിഞ്ഞ നമ്മുടെ ഭൂമിയും ആകാശപ്പരപ്പും അമ്മയാണ്. ഈ പ്രപഞ്ചത്തിൽ നമ്മെ ഓരോന്നും ചൂണ്ടിക്കാട്ടി, ഇത് സൂര്യനാണ്, ഇത് ഭൂമിയാണ്, ഇത് പ്രപഞ്ചമാണ് എന്ന് നമ്മെ പരിചയപ്പെടുത്തി തന്നത് അമ്മയാണ്. കാലത്തിൻ്റെ സങ്കീർണതകളിൽപ്പെട്ട്
ഊഷരമായി പോയേക്കാവുന്ന ജീവിതത്തിന് സ്നേഹത്തിൻ്റെ ജീവജലം നൽകി സമൃദ്ധമായി നിലനിർത്തുന്നത് അമ്മയിൽ നിന്നും ഒഴുകുന്ന അൻപിൻ്റെ അരുവികളാണ്. സ്ത്രീത്വത്തെ ആദരിക്കുമ്പോൾ നാം ജീവിതത്തെ തന്നെയാണ് ആദരിക്കുന്നത്. മഹാത്മാക്കളായ ആചാര്യന്മാർ പോലും മാതൃത്വത്തെ പ്രണമിച്ചവരാണ്. ആചാര്യ ശ്രീശങ്കരാചാര്യ ഭഗവത്പാദർ അമ്മയുടെ മഹത്വത്തെ ഹൃദയത്തിലാവാഹിച്ചുകൊണ്ട് ഭക്തിനിർഭരമായി എഴുതിയ മാതൃപഞ്ചകം ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമയീശയ്യാച സംവത്സരി ഏകസ്യാപി ന ഗർഭഭാരഭരണക്ലേശസ്യ യസ്യാക്ഷമോ ദാതും നിഷ്കൃതിമുന്നതോപി തനയഃ തസ്യൈ ജനന്യൈ നമഃ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. അമ്മയോട് പ്രണാമപൂർവം പ്രാർത്ഥിക്കുകയാണ്. നിൽക്കട്ടെ പേറ്റുനോവിൻ കഥ, രുചി കുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടെ കൂട്ടിടേണ്ട, മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും, നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും, തീർക്കാവൊല്ലേതു യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നേൻ. ഇങ്ങനെയാണ് ആചാര്യസ്വാമികൾ പ്രാർത്ഥിച്ചത്. അമ്മയോടുള്ള കടപ്പാട് അത് ഹൃദയത്തിൻ്റെ ഏറ്റവും ആർദ്രമായ ഭാവമാണ്. പ്രണാമങ്ങളോടെ വിശ്വമാതൃത്വത്തെ പ്രണമിച്ചുകൊണ്ട് മാത്രമേ ഒരാളുടെ ജീവിതം നമുക്ക് ധന്യമായി മുന്നോട്ട് നയിക്കാൻ സാധിക്കൂ. ദേവിയുടെ വിശ്വമാതൃത്വത്തിന് മുന്നിൽ പ്രണമിച്ചുകൊണ്ട് നമ്മിലെയൊക്കെ മാതൃത്വത്തിൻ്റെ സാധ്യതകളെ സാധന ചെയ്ത് ഉണർത്തിക്കൊണ്ട് നവരാത്രിയുടെ ഈ ദിവസം നമുക്ക് ധന്യമാക്കാം. നമസ്കാരം.